9 മണി വാർത്ത ആദ്യം ന്യൂസ് 18 എക്സ്ക്ലൂസീവിലേക്കാണ്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പണപ്പിരിവ് നെയ്യ് അഭിഷേകത്തിൽ. നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകുന്നതിൽ ആണ് പണം പിരിച്ചത്. ആചാരപ്രകാരം നെയ്ത്തേങ്ങ കൊണ്ടുപോകേണ്ടത് ഇരുമുടിക്കെട്ടുകളിൽ ആണ്. എന്നാൽ വിവിധ ഇടങ്ങളിലെ ഭക്തരിൽ നിന്ന് നെയ്ത്തേങ്ങ ശേഖരിച്ച് ട്രാക്ടറിൽ സന്നിധാനത്ത് എത്തിക്കും. ലക്ഷക്കണക്കിന് രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവഴി പിരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നെയ്ത്തേങ്ങ സന്നിധാനത്ത് എത്തിക്കുന്നതിനെ കുറിച്ച് 2022 ന്യൂസ് 18 നൽകിയ റിപ്പോർട്ട് ആദ്യം കാണാം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ബാംഗ്ലൂർ സ്വദേശിയാണ് ആഗ്രഹിച്ച കാര്യം നടന്നതിന് അയ്യപ്പന് വഴിപാട് നടത്തിയത്. 18,001 തേങ്ങകൾ 3 ദിവസം കൊണ്ട് നിറച്ചാണ് സന്നിധാനത്ത് ട്രാക്ടറിൽ എത്തിച്ചത്. അദ്ദേഹം ദേവസ്വം ബോർഡിലേക്ക് മുതൽക്കൂട്ടായിട്ട് 18 ലക്ഷം രൂപ ആണ് ഇതിലേക്ക് അടച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ള ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും ഓരോ അയ്യപ്പ ഭക്തനും നല്ലത് വരുത്തണമെന്നും അവർക്കെല്ലാം ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെന്നും ഈ സമയത്തിൽ ഞാൻ അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം. 18 മലകളെ കേന്ദ്രീകരിച്ചാണ് 18,001 എന്ന കണക്കിൽ നെയ്ത്തേങ്ങകൾ കൊണ്ടുള്ള അഭിഷേകം. അപൂർവമായി നടന്ന വഴിപാടിൽ ദേവസ്വം ബോർഡിനും കൗതുകം. ഇത്രയും തേങ്ങ ഒരു ഭക്തന് ഒരുമിച്ച് നെയ്യ് അഭിഷേകം നടത്തുന്നത് ശബരിമലയിൽ ആദ്യമായിട്ട് തന്നെയാണ്. ഒരു കൗതുകം കൂടിയുള്ള കാര്യമല്ലേ? സാധാരണ കൗതുകം കൊണ്ട് എന്താണ് അതിന്റെ പിന്നിലുള്ള ഇത് വല്ല വഴിപാട് നടത്താനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങളുടെ അയ്യപ്പന്റെ അനുഗ്രഹം ലഭിച്ചത് തന്നെ ആയിരിക്കണം. ഇതിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ചെയ്തതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഭക്തി കണക്കിലെടുത്ത് തന്നെയാണ് നമ്മൾ അതിനുള്ള ക്രമീകരണങ്ങൾ മുഴുവൻ നെയ്യും അഭിഷേകം കഴിക്കണം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ്. 18 ലക്ഷം രൂപയാണ് നെയ്യഭിഷേകത്തിനായി ഭക്തൻ സന്നിധാനത്ത് അടച്ചത്. 2000 ലിറ്റർ നെയ്യാണ് തേങ്ങകളിൽ നിറച്ചത്. ന്യൂസ് 18 സന്നിധാനം. 2022 തന്നെ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത വാർത്തയായിരുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഒരു ഭക്തൻ എന്ന നിലയിൽ ആണ് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കൗതുകം ഉള്ള ഒന്നായിരുന്നു. മാത്രവുമല്ല, ഭക്തരുടെ ആഗ്രഹങ്ങൾ എന്നത് പലതാണ്. പലതരത്തിലുള്ള നേർച്ചകൾ വഴിപാടുകളൊക്കെയായി ആളുകൾ എത്തുന്ന സാഹചര്യമൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ തന്നെ നേരത്തെ നൽകിയിരുന്നതാണ്. പക്ഷേ ആ വാർത്തയുടെ സ്വഭാവം സ്വാഭാവികമാണ്. ഭക്തൻ വിശ്വാസപൂർവം അർപ്പിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുറത്തു വരുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഭക്തൻ നൽകിയതാണോ അതെയോ ആളുകളിൽ നിന്ന് ശേഖരിച്ചതാണോ, ഇതിൻ്റെ പേരിൽ വലിയ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ, ഇത്തരം സംശയങ്ങളെല്ലാം ബലപ്പെടുകയല്ലേ? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നായി ഉണ്ണികൃഷ്ണനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദവും ആരോപണവും അയാൾ ശബരിമലയിലെ ഇടനിലക്കാരനായിരുന്നു. ഈ വാർത്തയും വ്യക്തമാക്കുന്നത് ഇടനില നിന്ന് അവിടേക്ക് നെയ്ത്തേങ്ങ കൊണ്ടുവരാൻ അയാൾ നെയ്ത്തേങ്ങ കൊണ്ടുവന്നു എന്നുണ്ട് ഇടനില. അതിനൊരു ഉദാഹരണം മാത്രം ഇതിനെ കാണണം. ശബരിമലയിൽ ഇയാളുടെ സ്വാധീനത്തിന്റെ ഉദാഹരണമായി തന്നെ ഇതിനെ കാണണം. കാരണം ശബരിമലയിൽ നെയ്ത്തേങ്ങ കൊണ്ടുവരേണ്ടത്, നെയ്ത്തേങ്ങ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ടമെന്ന് ഭക്തർ വിശ്വസിക്കുന്ന അഭിഷേകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ്. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയുമായാണ് അയ്യപ്പന്മാർ മല ചവിട്ടേണ്ടത്. ആ ഇരുമുടിക്കെട്ടുമായി എത്തുന്നവർക്ക് മാത്രമേ 18ാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കാനാകൂ. അല്ലാതെ വരുന്നവർക്ക് മറ്റു വഴികളുണ്ട് അവിടേക്ക് ദർശനത്തിനായി പോകാൻ. ഇരുമുടിക്കെട്ടുമായി വന്നാൽ മാത്രമേ 18ാം പടി ചവിട്ടുകയുള്ളൂ. ഇരുമുടിക്കെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യം അയ്യപ്പന് നൽകാനുള്ളത് നെയ്ത്തേങ്ങയാണ്, നെയ്യ് നിറച്ച തേങ്ങയാണ്. ആ നെയ്ത്തേങ്ങ ട്രാക്ടറിൽ ആയിരക്കണക്കിന് നെയ്ത്തേങ്ങകൾ ട്രാക്ടറിൽ കൊണ്ടുവരുന്നു. അത് ശബരിമലയിലെ നമുക്കറിയാം കയറിപ്പോകുന്ന നടപ്പന്തലിൽ അവിടെ വെച്ച് പൊട്ടിച്ച് ഒരു കൂട്ടം ആളുകൾ പൊട്ടിച്ച് ഭക്തർ തന്നെയാണ്, അയ്യപ്പന്മാർ തന്നെയാണ്, പൊട്ടിച്ച് വലിയ പാത്രങ്ങളിലാക്കുന്നു. അത് അഭിഷേകം നടത്തുന്നു. അതിന് ദേവസ്വം ബോർഡിന് പണം ലഭിക്കുന്നു, 18 ലക്ഷത്തോളം രൂപ ലഭിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവർ അതിന് അനുമതി നൽകുന്നു. എങ്ങനെയാണ് ഇരുമുടിക്കെട്ടിലല്ലാതെ കൊണ്ടുവരുന്ന തേങ്ങ അയ്യപ്പനെ അഭിഷേകം ചെയ്യാനാവുക? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരലംഘനം നടന്നിട്ടില്ലേ എന്നാരും ചോദിച്ചാൽ അത് അതേ എന്ന് പറയേണ്ടി വരും. അത്തരം സംശയമുണ്ട്. മറുപടി പറയേണ്ട തന്ത്രി അടക്കമുള്ള
ദേവസ്വം ബോർഡിന്റെ ഉന്നതർ അടക്കമുള്ളവർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. അത്തരത്തിൽ 18,001 തേങ്ങ കൊണ്ടുവരാൻ എങ്ങനെ ഇയാൾക്ക് അനുമതി നൽകി? ഈ നമുക്കറിയാം ജനുവരി 1 തീയതി 2022 ജനുവരി 1 തീയതിയാണ് ശബരിമല സീസൺ, മകരവിളക്ക് സീസണിന്റെ സമയമാണ്. വലിയ തിരക്ക് ശബരിമല ഉള്ള സമയമാണ്. അവിടെ നമുക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ദിവസവും 10,000-കണക്കിന് ഭക്തർ ദിവസവും വന്നു പോകുമ്പോൾ നെയ്ത്തേങ്ങ നിറയ്ക്കാനുള്ള നെയ്യ് അഭിഷേകത്തിനുള്ള ടോക്കൺ എടുക്കണമെങ്കിൽ ക്യൂ നമുക്കറിയാവുന്നതാണ്. മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ അവിടെ ടോക്കൺ എടുക്കാൻ കഴിയൂ. ഇങ്ങനെ വലിയൊരു മുതലാളിയോ അല്ലെങ്കിൽ പണമുള്ള ഭക്തനോ, പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തൊരു ഭക്തൻ എന്നാണ് ഈ അവിടെ ഉണ്ണികൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ഒരു ഭക്തൻ 18 ലക്ഷം രൂപ വന്നാൽ ഈ സാധാരണക്കാരായ മണിക്കൂറുകൾ ക്യൂ നിന്ന് മഴ കൊണ്ട് വെയിൽ കൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർ അവർ അഭിഷേകത്തിനെടുക്കുന്ന ടോക്കണുകൾ മാറ്റിവെച്ച് അവർക്ക് ടോക്കൺ പക്ഷേ കൊടുക്കാതിരുന്നിരിക്കും ആ ദിവസം, അല്ലെങ്കിൽ അവർ ക്യൂവിൽ വളരെ പിന്നിലേക്ക് പോയേക്കാം. 18,000 തേങ്ങകളുടെ ടോക്കൺ എടുക്കാൻ എത്ര സമയം വേണം, അത് അഭിഷേകം എത്ര സമയം വേണം, അങ്ങനെ സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് അവിടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, അവർ പിന്നിലേക്ക് പോകുന്നു. അതിനുമപ്പുറത്തേക്ക് ഇരുമുടിക്കെട്ടില്ലാതെ കൊണ്ടുവരുന്ന ട്രാക്ടറിൽ കൊണ്ടുവന്ന തേങ്ങ എങ്ങനെയാണ് അയ്യപ്പന് അഭിഷേകം ചെയ്ത ചോദ്യം വരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, പേര് വെളിപ്പെടുത്താത്ത ഒരു അയ്യപ്പ ഭക്തർ എന്ന് പറയുമ്പോൾ അത് ഒരാളാണോ? ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇത് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. 2021 മുതൽ 2023 വരെ ഇയാൾ പല തവണ ഇത്തരത്തിൽ ഈ അത് മാസപൂജ സമയത്തും അതുപോലെ തന്നെ ഈ മണ്ഡല മകരവിളക്ക് ഉത്സവ സമയത്തുമൊക്കെ ഇയാൾ പലതവണ ഇത്തരത്തിൽ വലിയ രീതിയിൽ വലിയ ക്വാണ്ടിറ്റി നെയ്ത്തേങ്ങ അവിടെ കൊണ്ടുവന്ന് പല അയ്യപ്പ ഭക്തരുടേതെന്ന് പറഞ്ഞ് അവിടെ അഭിഷേകം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരിലും ഇയാൾ പണപ്പിരിവ് നടത്തിയെന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള തെളിവുകളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് അന്ന് ആ വാർത്തയെ നമുക്ക് നൽകേണ്ടി വന്നത്. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് ലഭിച്ച വിവരമനുസരിച്ച് ഇത്തരത്തിൽ ഭക്തൻ വരുന്നു, 18,000 തേങ്ങ കൊണ്ടുവരുന്നു, ഒരുമിച്ച് അഭിഷേകം ചെയ്യുമെന്ന് പറയുന്നത് സ്വാഭാവികമായും അതൊരു കൗതുക വാർത്ത തന്നെയാണ്. ദേവസ്വം ബോർഡിനും അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം തിരക്കുള്ള സമയത്ത് എങ്ങനെയാണ് ഈ ഒരാൾക്ക് വേണ്ടി മാത്രം ഇത്രയധികം സമയം മാറ്റിവെക്കാൻ കഴിയുക? അങ്ങനെ ആ സമയം ക്യൂവിൽ നിന്ന് ഇരുമുടിക്കെട്ടുമായി തലയിൽ ഇരുമുടിക്കെട്ട് ചുമന്ന് മല ചവിട്ടി നെയ്ത്തേങ്ങ തലയിൽ ചുമന്നുകൊണ്ട് 18-ാം പടി ചവിട്ടി ദർശനം നടത്താൻ വന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്ക് അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ 18,000 തേങ്ങ എപ്പോഴാണ് അഭിഷേകം ചെയ്തത്? അങ്ങനെ ചെയ്തെങ്കിൽ ഈ ആളുകളിലൊക്കെ അവസരം നഷ്ടപ്പെട്ടില്ലേ? ഇതിനപ്പുറത്തേക്ക് ആചാരപരമായി ഇങ്ങനെ കഴിയുമോ? ഇരുമുടിക്കെട്ടിലല്ലാതെ കൊണ്ടുവരുന്ന തേങ്ങ അഭിഷേകം ചെയ്യാൻ കഴിയുമോ? സ്വാഭാവികമായും ഒരുപക്ഷെ അതിനൊരു മറുപടിയൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ ഉണ്ടാകാം. പക്ഷേ അതൊരു സ്വാഭാവിക സംശയമാണത്. അതിനുകൂടി ദേവസ്വം ബോർഡ് അധികൃതർ മറുപടി പറയേണ്ടി വരും. ഇത്തരത്തിൽ ഇടനിലക്കാർക്ക്, സ്വാധീനമുള്ളവർക്ക്, പണമുള്ളവർക്ക് ശബരിമലയിൽ എന്തുമാകാം എന്നൊരു തെളിവായി കൂടി ഇതിനെ കാണേണ്ടി വരും. ഒരു ഭക്തനാണെങ്കിൽ സ്വാഭാവിക ഭക്തനോട് വരണം. ഇത് ഭക്തനല്ല വന്നത്, ഭക്തൻ അയാളുടെ ഇടനിലക്കാരനെയാണ് വിട്ടത്. ശബരിമല വലിയ സ്വാധീനമുള്ള ഒരു ഇടനിലക്കാരനെ അയ്യപ്പനെ കാണാൻ, അയ്യപ്പനെ ദർശിക്കാൻ, പൂജകൾ നടത്താൻ ഇടനിലക്കാർക്ക് അവിടെ വേണ്ടുവോളം അവസരവും അധികാരവും ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവായി കൂടി വാർത്ത മാറുമെന്ന് ഉറപ്പാണ്. ഇതിനു കൂടി ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരും. ഇങ്ങനെ ഇത് മാത്രമല്ല, നിരവധി സ്പോൺസർഷിപ്പുകൾ ഈ ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. പാണ്ഡിത്താവളത്തിൽ സാധാരണഗതിയിൽ മകരവിളക്ക് ദിവസം പമ്പയിലും സന്നിധാനത്തുമൊക്കെ അന്നദാനം നടക്കാറുണ്ട്. പക്ഷെ പാണ്ഡിത്താവളത്തിൽ അത്തരം അന്നദാനങ്ങൾ നടക്കാറില്ല. കഴിഞ്ഞ വർഷം നമുക്ക് ശരിയാണ്, കഴിഞ്ഞ മകരവിളക്കിന് അത്തരത്തിൽ പാണ്ഡിത്താവളത്തിലും 10,000-ഓളം പേർക്ക് അന്നദാനം നടത്തിയിരുന്നു. അതും ഉണ്ണികൃഷ്ണനാണ് നടത്തിയത്. ഒരു ശബരിമലയെ ബന്ധപ്പെട്ട ഒരു ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഒരു മോഷണ കേസിൽ ആ കേസിലേക്ക് എത്തിച്ച ഏറ്റുമാനൂർ വിഗ്രഹ മോഷണ കേസിൽ ആ പ്രതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്ത നമ്മൾ പലപ്പോഴും വാർത്ത കേട്ടിട്ടുണ്ട്, നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ സ്ത്രീക്ക് വീട് വെച്ച് നൽകാൻ ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പ് നൽകിയ പ്രധാനി ഉണ്ണികൃഷ്ണനായിരുന്നു. അത് 2016 പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു. അന്ന് പത്മകുമാറായിരുന്നു പ്രസിഡന്റ്. ദേവസ്വം ബോർഡ് അവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പത്മകുമാർ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ആ വീട് വെച്ച് നൽകിയ പ്രധാന സ്പോൺസറായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ പണമൊക്കെ അയാൾ തന്നെ നൽകിയതാണെങ്കിൽ സ്വാഭാവികമായി തെറ്റു പറയാൻ കഴിയില്ല. അല്ല, ഇതുപോലെ ഇപ്പോൾ ഇയാൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പോലെ ഇയാൾ പല അയ്യപ്പ ഭക്തരിൽ നിന്ന്, പല വ്യവസായികളിൽ നിന്ന് പിരിവെടുത്ത് നടത്തുകയാണെങ്കിൽ അതിന്റെ സുതാര്യത കൂടി സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടും. എവിടെ നിന്നാണ് ഇയാൾക്കെതിരുള്ള വരുമാനം, ആരിൽ നിന്നൊക്കെയാണ് പണം വാങ്ങിയത്? അങ്ങനെ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇടനിലക്കാരായി നിന്നുകൊണ്ട് സംഭാവനകൾ പിരിക്കാൻ, പണം പിരിക്കാൻ, അയ്യപ്പ ഭക്തരുടെ നിവേദ്യങ്ങൾ, അവരുടെ വഴിപാടുകൾ നടത്താൻ ഇടനിലക്കാരായി നിൽക്കാൻ ഇയാൾക്ക് ആരാണ് അധികാരം നൽകിയത്? ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഇയാൾ ഇതിനൊക്കെ അനുവദിച്ചത് എന്നതിന് കൂടി ദേവസ്വം ബോർഡ് മറുപടി പറയേണ്ടി വരും. തീർച്ചയായും. അതായത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഒട്ടേറെ സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പ്രേക്ഷകരോട് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ശബരിമലയിലേക്ക് പലപ്പോഴും ഈ നെയ്ത്തേങ്ങയുമായി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ശബരിമലയിലേക്ക്
ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയുമായി നിരവധി ഭക്തർ എത്താറുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് പ്രായമായ ആളുകൾ, ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയൊക്കെ നെയ്ത്തേങ്ങ നിറച്ച് അങ്ങനെ ഭക്തർ കൊണ്ടുവരാറുണ്ട്. ആരുടെ പേരിൽ വേണമെങ്കിലും ഒക്കെ വഴിപാട് കഴിക്കാറുണ്ട്. നേരത്തെ മമ്മൂട്ടിക്ക് വേണ്ടി